അതായത് ഒറ്റ കാര്യമുള്ളൂ, ദൈവം ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചപ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ ആ രക്ഷപ്പെടാനുള്ള കഴിവ് ദൈവത്തിന്റെ അതേ പവർ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ നിങ്ങളോട് ഈ പവർ ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല, അതിനെ പുറത്തേക്ക് എടുത്തിട്ടില്ല. പക്ഷെ നാളെ വൈകുന്നേരം 11 മണിക്ക് ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കും? ആ കഴിവുകളെ പുറത്തെടുത്ത്, അല്ലെ, ആ എന്തൊക്കെ കഴിവുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ ആ എല്ലാ കഴിവുകളെയും പുറത്തെടുത്ത് 10 മാസം കൊണ്ട് 2 കോടി രൂപ അത് നേടാനുള്ള ആ പവർ നമുക്ക് നേടിയെടുക്കാം. റെഡി? അപ്പൊ എല്ലാവരും ഒരു 5 സെക്കൻഡ് നിങ്ങൾ കണ്ണടച്ച് ആ ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ, ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആ ശക്തി അത് പുറത്തെടുക്കുവാനുള്ള സമയമായി. കാരണം ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു, ഇനിയും വയ്യ. ഒരുപാട് പേരുടെ മുന്നിൽ തല കുറിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം തോറ്റിട്ടുണ്ട്. പക്ഷേ ജയിച്ചേ തീരൂ. അതുകൊണ്ട് ഇന്നും നാളെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിലൂടെ ഞങ്ങൾക്ക് ജയിക്കാനുള്ള ശക്തി കിട്ടുമെന്ന് ഉറപ്പോടുകൂടി ഞങ്ങൾ തുടങ്ങുകയാണ്. ഓക്കെ, യെസ്. ഒരു കാര്യം കൂടെ പറയാം. ഇത് തികച്ചും സ്പിരിച്വലായിട്ട് കൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ് ഈ കഴിവെന്നുള്ളത്. അതുകൊണ്ട് മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റംസാനാണ്, ക്രിസ്ത്യൻസിനും നോയമ്പൊക്കെയാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം? തികഞ്ഞ വിശ്വാസത്തോടു കൂടെ തന്നെ കുറച്ച് പ്രപഞ്ച ശക്തിക്കും കുറച്ച് നമ്മൾക്കും, അല്ലെ, ആ 2 പവറോടെ കൂടുമ്പോഴോ നമ്മൾ കയ്യിൽ പവർ കിട്ടിക്കൊണ്ട് നമുക്കും നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, റെഡി? യെസ്. എങ്കിൽ നമുക്ക് പോകാം 2027 അല്ലേ? 2027 എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമുക്കറിയാം, ഇവിടെ 2020 ജസ്പേഡ് കമ്പനി തുടങ്ങിയപ്പോൾ ഏതോ ഒരു പ്രോഗ്രാമിന് അറിയാതെ പറഞ്ഞു പോയതാണ് എല്ലാവർക്കും ഒരേപോലെ ചിന്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യന്മാർ താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. കാരണം നമ്മളെല്ലാവരും ഒരു ദിവസം ഇവിടെ നിന്ന് ടാറ്റ പറയും. എവിടേക്ക്? നല്ലത് ചെയ്തവർ സ്വർഗത്തിലേക്കും മോശം ചെയ്തവർ നരകത്തിലേക്കുമാണെന്ന് വിശ്വസിക്കപ്പെടും, അല്ലെ? അങ്ങനെ നമ്മൾ ആരൊക്കെയോ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ ഒരു കാര്യം ഉറപ്പുണ്ട്, എന്തെങ്കിലും ഒരിക്കലും പോട്ട വരും, ബാക്കി എന്തില്ല, ഉറപ്പില്ല. പക്ഷേ അവിടെയാണ് നമ്മൾ ചിന്തിച്ചത്, എന്തുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾക്കൊരു സ്വർഗം ക്രിയേറ്റ് ചെയ്തുകൂടാ, അല്ലെ? നല്ലത് ചെയ്തവർക്ക് മാത്രമുള്ളതാണ് സ്വർഗമെങ്കിൽ ഇവിടെ 2 കോടി നേടുന്നവർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നല്ലവർക്ക് മാത്രമേ ഈ 2 കോടി രൂപ ഏൺ ചെയ്യാൻ പറ്റൂ. സ്വഭാവം കൊണ്ടും, അല്ലെ, ഏജ് ആൻഡ് എവറിത്തിങ് നിങ്ങൾ എത്രത്തോളം പെർഫെക്റ്റ് ആയെങ്കിൽ മാത്രമേ ഈ 2 കോടി നേടിയെടുക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 2 കോടി രൂപ നമ്മൾ നേടിയെടുക്കുന്നതിലൂടെ ആ ഒരു സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ് ജസ്പേഡ് കമ്പനി നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആക്കുന്നത്. അപ്പൊ അന്ന് ഇത് പറഞ്ഞപ്പോ അതൊരു സമയം കുറിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന ദിവസം നമ്മളത് നേടും. ആ സമയമാണ് 2027. റെഡി? അപ്പൊ 2027 ഫ്രാഗ്രന്റ് ഹെവൻ എന്ന് വിളിക്കുന്ന ആ സ്വർഗം, ആ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ അതിൽ ആരൊക്കെയുണ്ടാവും? ഒരു വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യമുള്ളത് 100 പേർക്ക് മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ. ഇവിടെ ഇന്ന് 215 പേരുണ്ട്. അപ്പൊ 115 പേര് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും. ചോദ്യം, ആ 115 പേരിൽ നിങ്ങളുണ്ടോ? അല്ലെ? ആ 115 പേരിൽ നിങ്ങളുണ്ടോ? ഉണ്ടാകാതിരിക്കണേ
ഒരു കാര്യം കൂടെ പറയാം. ഇത് ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇതില് ഈ ഒരു 2 കോടിയുടെ വില്ല തികച്ചും സൗജന്യമായിട്ടാണ് കമ്പനി നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തരുന്നത്. ഇത് കമ്പനി തുടങ്ങിയപ്പോൾ ഞങ്ങൾ എടുത്തൊരു തീരുമാനമാണ്. 100 കുടുംബങ്ങൾക്ക്, ഒരേപോലെ ചിന്തിക്കുന്ന, ഒരേപോലെ പ്രവർത്തിക്കുന്ന 100 കുടുംബങ്ങൾ. അപ്പൊ ആലോചിച്ചേക്ക്, ഈ വില്ലയിൽ താമസിക്കുമ്പോൾ അല്ലെ, ഒരുപാട് പ്രത്യേകത വില്ലയ്ക്കുണ്ട്. ഒന്ന്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ വില്ലയ്ക്കൊന്നും അടുക്കളയില്ല. അടുക്കളയില്ലാത്ത വീട്. ഇത്രയും നാളും 4 ചുവരുകൾക്കിടയിൽ കിടന്ന് അടുക്കളയിൽ കിടന്ന് ഊതി അല്ലെ, ചൂട്ടത്തിൽ കിടന്നു ഭക്ഷണം ഉണ്ടാക്കിയ സ്ത്രീകളെ നിങ്ങളിനി അടുത്ത വർഷം മുതൽ കിച്ചണിൽ കയറാം. 2, അവിടെ പെൺകുട്ടികളുള്ളവർക്ക് ഒരു ടെൻഷനും വേണ്ട. കാരണം പെൺകുട്ടികളുള്ളവർ അവരുടെ മാതാപിതാക്കൾ ഒരു കണ്ടീഷനുണ്ട്. പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ അവർക്ക് 100 പവൻ സമ്മാനം കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിൽ പേരൻസ് 1 പവൻ മാത്രം ഉണ്ടാക്കിയാൽ മതി. ബാക്കി ഈ 99 ഫാമിലി കൊടുത്തിരിക്കണം. റൈറ്റ്? ഓക്കെ. കണ്ടീഷൻ നമ്പർ 3, നമ്മളുടെ ഫാമിലിയിലെ പെൺകുട്ടികളെ പുറത്തേക്ക് കെട്ടിച്ചയക്കില്ല. നമ്മൾ ആൺകുട്ടികളെ ഇങ്ങോട്ടേക്ക് വാങ്ങിക്കും. അപ്പൊ എന്തില്ല, പെൺകുട്ടികളുള്ളവർക്ക് വിഷമം വേണ്ട, അവർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. കണ്ടീഷൻ നമ്പർ 4, അവിടെയുള്ള ഒരാളെയും പുറത്തേക്ക് ജോലിക്ക് വിടില്ല. നമ്മുടെ തന്നെ സ്ഥാപനങ്ങളിലെ ഹയർ പൊസിഷനിലേക്ക് അവരെ പോസ്റ്റിംഗ് നടത്തും. ഓക്കെ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്കുള്ള വലിയ ഒരു യാത്രയാണ് ഇന്ന് ഇവിടെ തുടങ്ങുന്നത്. സമയം 10 ദിവസം, 10 മാസം. ഈ 10 മാസം കൊണ്ട് നിങ്ങളൊന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കുള്ള കഴിവിനെ ഒന്ന് ഉണർത്താൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ ഒരു സ്വർഗത്തിന്റെ ഭാവമാകാം. ചോദ്യം, മരിച്ചിട്ട് യാതൊരുവിധ തെളിവുമില്ലാത്ത ആ സ്വർഗം തേടിപ്പോണം. ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ആ സ്വർഗത്തിൽ ജീവിക്കണം. മരണപ്പെടുമ്പോ നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ ഭാര്യയോ മക്കളോ ഉണ്ടാവുന്ന യാതൊരു നിർബന്ധമില്ല, അറിയില്ല, പ്രൂഫില്ല. പക്ഷെ ഇത് നമ്മൾ വിശ്വസിക്കുന്നു അല്ലെ. പക്ഷേ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ ഇതേപോലെ അവിടെ വരാൻ പറ്റിയാലോ? ഏത് വേണം? മരിച്ചിട്ട് സ്വർഗം വേണോ, മരിക്കാതെ സ്വർഗത്തിൽ ജീവിക്കണം? മരിക്കാത്ത സ്വർഗത്തിൽ ജീവിക്കണം. പക്ഷെ അതിന് നിങ്ങൾ പോരാ. പക്ഷേ നമ്മൾ ഇന്ന് നാളെയുമായിട്ട് എന്ത് ചെയ്യും? അത് പൂർണ്ണമായിട്ടും പഠിച്ച് എങ്ങനെ സ്വർഗത്തിലെത്താം. ഒരു കാര്യം കൂടെ പറയാം. ഈ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2ാമത്തെ ഓപ്ഷൻ വേറെ കിട്ടും. മരിച്ചാൽ ഒരു ഉറപ്പുമില്ല സ്വർഗം കിട്ടാനെന്ന് പ്രതീക്ഷിച്ചിരുന്ന നിങ്ങൾക്ക് ഉറപ്പായിട്ട് സ്വർഗം കിട്ടും. എന്താ കാരണം? നിങ്ങൾ അവിടെ വരുമ്പോൾ മര്യാദ ഞങ്ങൾ പഠിപ്പിക്കും. അവിടെ വരുമ്പോ അസൂയയോ കുശുമ്പോ മറ്റ് യാതൊരുവിധ ദുർവികാരങ്ങളോ ഇല്ലാത്ത മനുഷ്യരെ സൃഷ്ടിക്കാനുള്ള ഉദ്ദേശ ലക്ഷ്യമാണ് അവിടെയുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഒരുപാട് പണം ഉണ്ടാക്കി ഇല്ലാത്തവരെ സഹായിച്ചുകൊണ്ട് അല്ലെ, അതോടൊപ്പം തന്നെ യാതൊരു തരത്തിലുള്ള ദുർവികാരങ്ങളും ഇല്ലാത്ത മനുഷ്യരാക്കി ഈ കമ്മ്യൂണിറ്റി നമ്മൾ വാർത്തെടുക്കുകയാണ്. അപ്പൊ എന്ത് പറ്റി? ജീവിച്ചിരിക്കുമ്പോഴും സ്വർഗത്തിൽ, മരിച്ചാൽ അതുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഒരു കാര്യം ഓർമ്മിച്ചോ, അത് ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് വാങ്ങിച്ചെടുക്കാം. പക്ഷെ അതിന് നിങ്ങൾ തയ്യാറാവണം. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ അല്ലെ, നിങ്ങളെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ 2 ദിവസത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ ലക്ഷ്യം. റൈറ്റ്? ഒറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കാം, അതിൽ ഞാനുണ്ടാവും, ഞാനും വേണം അല്ലെ? അപ്പോ എല്ലാവരുടെ കയ്യിലും ബുക്കും പേപ്പറും ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഓരോ ടേബിൾ നമ്പർ ഇട്ടിട്ടുണ്ട്. എല്ലാവരും പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ഗ്യാപ്പ് ഇട്ട് ടീം ലീഡേഴ്സിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ലീഡേഴ്സ് കൂടുതലല്ല അല്ലെ? BT-മാർ ശ്രദ്ധിക്കാം. നമ്മൾ ഈ കമ്പനി തുടങ്ങിയപ്പോൾ 0, ഞാനും ചെയർമാനും മകൻ ഷാനുവും കൂടെ കാക്കനാട് ഞങ്ങൾ മാത്രം തുടങ്ങിയൊരു കമ്പനിയാണ്.
ഞങ്ങൾ മാത്രമല്ല, വേറെ ആരുമില്ല. FD ശർമ്മ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ഷാനുണ്ടായിരുന്നു. അങ്ങനെ ഈ കമ്പനി ഇന്ന് വളർന്നു നിങ്ങളൊക്കെ ഇന്ന് ഇത്രയും വിളിക്കാനുള്ള 21 B ടീമുകളും 2 A ടീമുകളുമുള്ള കമ്പനിയെ വളർന്നു കഴിഞ്ഞു. ഇന്ന് ഒരുപാട് അഭിമാനമുണ്ട് ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി വാർത്തെടുക്കാൻ സാധിച്ചത്. നമ്മൾ പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ അറിയാത്ത കുറെ തിരിച്ചറിവുകൾ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ജീവിതത്തിൽ എവിടെയൊക്കെ തെറ്റുകൾ സംഭവിച്ചു, അല്ലെ? നമ്മുടെ ജീവിതത്തില് നമ്മുടെ സ്കൂളിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ റിലേറ്റീവ്സിന്റെ അടുത്ത് പഠിച്ച കാര്യങ്ങളിലൊക്കെ എവിടേക്കോ പാകപ്പിഴവുണ്ടായിരുന്നു. നമ്മൾ സഞ്ചരിച്ച വഴികളിൽ എവിടെയും തെറ്റുകൾ ഉണ്ടായിരുന്നു. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ ഒന്ന് മനസ്സിലായി, ഇനി ഈ കമ്മ്യൂണിറ്റിയിലൂടെ യാത്ര ചെയ്യാം. അപ്പൊ നമ്മുടെ ചെയർമാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, 100 പേർക്ക് വില്ല കിട്ടുമ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടെ ആ പ്രൊജക്റ്റിലൂടെ ആഡ് ചെയ്തു. അവിടെ 500ഓളം ഫ്ലാറ്റ് സമുച്ചയങ്ങൾ, റിസോർട്ടുകൾ, സീനിയർ സിറ്റിസൺ ലിവിംഗ് എന്ന പേരിൽ ഓൾഡ് ഏജ് ഹോംസ്, അതായത് അത് പുറത്തേക്ക് വിൽക്കാനുള്ളതാണ്, നിങ്ങൾക്കുള്ളതല്ല. ഓക്കെ, അങ്ങനെ എല്ലാം കൊണ്ട് വെച്ചുകൊണ്ടുള്ള ഒരു റിവർ സൈഡിലാണ് ഈ ഒരു പ്രൊജക്ട് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോണത്. പക്ഷേ ഇതിൽ 100 പേർക്ക് ഇത് ഫ്രീ ആണ്. വിൻ ചെയ്യാത്തവർക്ക് ഫ്ലാറ്റ് പൈസ കൊടുത്ത് മേടിക്കാം. ഏത് വേണം? ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഈ വില്ലയിൽ താമസിക്കണോ, അല്ലെങ്കിൽ ഈ ഫ്ലാറ്റ് പണം കൊടുത്ത് മേടിക്കണം? പറഞ്ഞു ഇല്ല. കാരണം അവിടെയാണ് കമ്മ്യൂണിറ്റി. പിന്നെ ഇടയ്ക്ക് വരാനങ്ങോട്ട്, ഇടയ്ക്ക് വരാം. ക്ലിയർ ആയോ? നൗറിനെ വിൻ ചെയ്തതിന് ഇടയ്ക്ക് വരാറാ, ഞങ്ങളെ കാണാം. പക്ഷേ ഇവിടെ ഞങ്ങളുടെ കൂടെ താമസിക്കണമെങ്കിൽ 100-ലൊരാളാവണം. റൈറ്റ്? 100-ലൊരാൾ. ഇവിടെ 500 ഫ്ലാറ്റ് പുറത്തേക്ക് വിൽക്കാനുള്ളതാ, വേണം നിങ്ങൾക്ക് തരാം, അത്രേ ഉള്ളൂ. അപ്പോ ഈ കൾച്ചറില്ലാത്ത ആൾക്കാരെ കൂടെ ജീവിക്കണോ, കൾച്ചറിൽ ഇവിടെ ജീവിക്കണം? പറഞ്ഞു, ഇവിടെ ഒരുപാട് റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ്, ഇതെല്ലാം പാലിച്ചോളണം. കിച്ചണില്ല, ഇവിടെ കിച്ചണുണ്ട്. ഇവിടെ പറഞ്ഞതൊന്നുമില്ല, സാധാ ഫ്ലാറ്റാ. ഇപ്പൊ ഇവിടെ എറണാകുളത്തുള്ള അല്ല കോഴിക്കോടുള്ള അല്ല കണ്ണൂരുള്ള പോലത്തെ ഫ്ലാറ്റ് നിങ്ങൾ തന്നെ ബുക്ക് ചെയ്യണം. ഇവിടെയോ നിങ്ങൾ ബുക്ക് ചെയ്യണം. ഇവിടെ പെൺകുട്ടികൾ നിങ്ങൾ തന്നെ കല്യാണം ചെയ്യണം. ഇവിടെ ആണെങ്കിലോ അത് വേണ്ട. ഇവിടെ നിങ്ങൾ ഭർത്താവായിട്ട് തല്ലുപിടിച്ച് ചോദിക്കാൻ ആളുണ്ട്, അവിടെ അതില്ല, നിങ്ങൾ തന്നെ തല്ലി തീർത്തോളണം. ക്ലിയർ ആയോ? ഇവിടെ അതില്ല. ഇവിടെ നിങ്ങളെ മോളെ തൊക്കെ ചോദിക്കാൻ ആൾക്കാരുണ്ട്, അവിടെ അതില്ല. ക്ലിയർ ആയോ? നിങ്ങളെ മക്കളെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ചോദിക്കാൻ ഇവിടെ എത്ര പേരുണ്ട്, അവിടെ അതില്ല. അപ്പൊ ഏത് വേണം? ഏത് വേണം? വില്ല വേണം, അല്ലേ? സമയം 10 മാസമുള്ള കാരണം കമ്പനിക്ക് പറഞ്ഞത് കൊടുക്കാണ്ട് പറ്റില്ല. അല്ലെങ്കിൽ എന്നെ വിളിച്ചപ്പോ രാജാവെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതേ നാവ് കൊണ്ട് തേർ വിളിക്കുന്ന എനിക്കറിയാം, അല്ലെ? എപ്പോഴും ലിൻഡു ജയശ്രീം എന്നെ എപ്പോ വിളിക്കുമ്പോഴും എന്തിനാണെന്നറിയോ, ഇതെങ്ങാനും കൊടുത്തിട്ടില്ലെങ്കിൽ അതേ നാവ് കൊണ്ട്, അല്ലെ, അതേ നാവ് കൊണ്ട് എന്ത് വിളിക്കും അറിയില്ല. കാരണം ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റിക്ക് പ്രോബ്ലം ഉണ്ട്. എല്ലാത്തിനും വിളിക്കുമെങ്കിലും ഒരു ചെറിയ കാര്യം പോലും പൊറുക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ മുന്നിൽ നയിക്കുന്നത് ആരാണോ അവര് വാക്ക് തെറ്റിച്ചാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അത് ചിലപ്പോൾ സങ്കടമായിരിക്കാം, ദേഷ്യമായിരിക്കാം, വാട്ടവർ. അപ്പൊ അതിന് വഴിവെക്കാതെ കമ്പനി തുടങ്ങുമ്പോൾ അതിന്റെ ഭാഗമാണ് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനുള്ള വഴി നമ്മൾ ഇവിടുന്ന് പറഞ്ഞു തരും. ഒറ്റ കാര്യം പറയുന്നു, ആരാണോ ഇത് ആദ്യം പഠിച്ച് നടപ്പിലാക്കുന്നത് അവർക്കുള്ളതാണ് 2 കോടി രൂപ, അവർക്കുള്ളതാണ് ഇല്ല. റൈറ്റ്? ഓക്കെ, തുടങ്ങില്ല നമ്മൾ? റെഡി? 2 കോടിയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യല്ലേ? ഒറ്റ കാര്യം, നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാവരും പോകുന്നുണ്ട്. പക്ഷെ ആ വിഷമവും ആ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും തന്നെ ചിന്തിച്ചിരുന്ന എന്തെങ്കിലും നേടാൻ പറ്റും. അപ്പൊ കുറച്ച് സമയത്തേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ബ്രെയിനിന് 2 പാർട്ടുകളുണ്ട്. ഒന്ന് S1
2 S2 അല്ലെ. S1 എന്താ? ഓട്ടോ പൈലറ്റ്. നിങ്ങൾ എല്ലാവരും ഇവിടെ വരുന്നത് വരെ ഓട്ടോ പൈലറ്റ്. പക്ഷെ ഇത് എന്ത് ചെയ്യണം? S2 അല്ലെ. സിസ്റ്റം 2 തിങ്ക് ലൈക്ക് CEO അല്ലെ. ഒരു സിഇഒനെ പോലെ ചിന്തിക്കണം. എന്താ സിഇഒ? എന്താ സിഇഒ? ഫുൾ ഫോം എന്താ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെ. അതായത് സിഇഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും അല്ലെ, എന്തും നേരിടാനുള്ള കരുത്ത്. എന്ത് കേട്ടാലും പെട്ടെന്ന് മറുപടി പറയില്ല. എന്നും ചിന്തിച്ചിട്ട് തീരുമാനമെടുക്കും. എന്താന്ന് വിളിച്ചാലും ഏതാന്ന് വിളിക്കില്ല. അത്തരത്തിൽ എന്തും ചിന്തിച്ച് തീരുമാനമെടുക്കുന്നവനെ വിളിക്കുന്ന പേരാണ് CEO. അങ്ങനെ ചെയ്യാത്തവർ എന്ത് വിളിക്കും? ചെറ്റ എക്സിക്യൂട്ടീവ് ഓഫീസർ. ക്ലിയർ? ഞാൻ തിരിച്ചുണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഏത് അല്ലെ? ചിലപ്പോ ചിലർക്ക് പേരുണ്ടാവും, പക്ഷെ എന്താണ് ചെയ്തില്ലെങ്കിൽ. ഇപ്പൊ ഷാനു CEO ആണ്, അവനത് ചെയ്തില്ലെങ്കിലോ ഈ CEO ആണ്. പക്ഷെ എന്താണ് ഫുൾ ഫോം നമ്മളൊന്ന് മാറ്റും. ക്ലിയർ ആണ്? അപ്പൊ എന്താണ് ആ എന്ത് കാര്യം കേട്ടാലും സിഇഒനെ പോലെ എന്നും ചിന്തിച്ച് അല്ലെ, ഒരു കാര്യത്തിനും അപ്പോൾ മറുപടി പറയാതെ 10 പ്രാവശ്യം ചിന്തിക്കണം. അത്രയും നമ്മൾ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട അതിനെ വിളിക്കുന്ന പേരാണ് CEO. ഓക്കെ. അപ്പൊ ബ്രെയിനിൽ 2 ഭാഗങ്ങൾ, 1 ഓട്ടോ പൈലറ്റും 2 CEO അല്ലെ. അതേപോലെ അത്രയ്ക്ക് ഇപ്പൊ നിങ്ങൾ എല്ലാവരും കുറച്ച് ഇന്നും നാളെ ആരാകണം? CEO. ചിന്തിക്കുക. ഇന്ന് ഈ അവസരം എന്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാനത് ചെയ്തില്ലെങ്കിൽ, ഞാനത് നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? റൈറ്റ്? ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നഷ്ടം 2 കോടി രൂപയില്ലേ. 2 കോടി രൂപ നിങ്ങളുടെ കയ്യിൽ ലഭിക്കാൻ പോകുന്ന 2 കോടി നിങ്ങൾക്ക് കിട്ടില്ല. കിട്ടിയില്ലെങ്കിലോ ഇപ്പൊ ജീവിക്കുന്ന കഷ്ടപ്പാട്, ബുദ്ധിമുട്ട് എന്താണ്? അതുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ എന്ത് ചെയ്യണം? ശരിയാണ് ദൈവമേ അല്ലെ, എന്തായാലും പ്രവർത്തിച്ചേ പറ്റും. നിങ്ങൾ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ 1 മാസം പഠിച്ചിട്ട് റാങ്ക് പഠിക്കുന്ന പിള്ളേരുണ്ട്, ശരിയല്ലേ? 11 മാസം പഠിച്ചിട്ടും പരീക്ഷയ്ക്ക് റാങ്ക് പഠിക്കുന്ന പിള്ളേരുണ്ട്. ആരാ നല്ലത്? 1 മാസം കൊണ്ട് പഠിക്കുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, 12 മാസം കൊണ്ട് പഠിക്കണം, 1 മാസം കൊണ്ട് പഠിക്കാം. ഇതേപോലെ തന്നെയാണ് ജീവിതകാലം മുഴുവൻ പണിയെടുത്തിട്ട് നേടാൻ പറ്റാത്തത് 10 മാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാം. അപ്പൊ ഈ 10 മാസം കൊണ്ട് 2 CRലേക്ക് എത്തുമ്പോൾ അടുത്ത വർഷം അത് 2020 5 കോടിയിലേക്ക് എത്താൻ പറ്റും. അതിലൂടെ നമുക്ക് ആ വില്ല സ്വന്തമാക്കാനുള്ള ഒരവസരം കൂടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഒരുക്കി വെക്കണം. ഓക്കെ. അപ്പൊ അതില് നിങ്ങൾ എല്ലാവരും ഓക്കെ. യെസ്. വിഷൻ 2026. ഈ 2026 എന്ത് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് 2027 നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് അല്ലെ. അപ്പൊ ഈ 2026 ഇനിയുള്ള 10 മാസങ്ങൾ, ഓക്കെ, 10 മാസങ്ങളുണ്ട്. ഈ 10 മാസം എങ്ങനെ? ഇപ്പൊ 2026 പറഞ്ഞിട്ട് 2 മാസങ്ങൾ ഇന്നത്തോടുകൂടി തീരുകയാണ് അല്ലെ. 2 മാസത്തിന് തിരശ്ശീല വീഴുകയാണ്. അപ്പൊ ഈ 2 മാസം തിരശ്ശീല വീഴുമ്പോൾ ഈ 2 മാസം നിങ്ങൾ എന്ത് ചെയ്തു? എന്ത് ചെയ്തു? എന്ത് നേടി നിങ്ങൾ? അജീഷ്, ഈ 2 മാസം കൊണ്ട് എന്ത് നേടി? ഒന്ന് എഴുന്നേറ്റ്. എന്ത് നേടി? 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ. നല്ലൊരു കൈയ്യട്. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ. രാജൻ സാർ എന്ത് നേടി കഴിഞ്ഞു? 5 ലക്ഷം രൂപ. എത്ര ഇന്നലെ? എത്ര ഉണ്ടായിരുന്നു ഇന്നലെ? 3 ലക്ഷം രൂപ ഇന്നലെ. അപർണ 2 മാസം എന്ത് നേടി? 3 lakhs. കൊടുക്ക് അല്ലേ? അപ്പൊ ഇവിടെ 3 ലക്ഷവും 10 ലക്ഷവും രൂപ നേടുന്നവരിവിടെ ഉണ്ട്. അപ്പൊ ആരാ പ്രശ്നക്കാരൻ? കമ്പനിയാണ്, നിങ്ങളാണ്. ആരാ പ്രശ്നം? നിങ്ങളാ. നിങ്ങളുടെ ചിന്താഗതികളാണ് അല്ലെ. തിരുത്തേണ്ടതാണ്. അജീഷിനെ പോലെ നമുക്ക് വാങ്ങണ്ടേ 10 ലക്ഷം രൂപ? വാങ്ങണ്ടേ? ഓക്കെ. അപ്പൊ നിങ്ങളെയും കെട്ടിവലിച്ച് ആ ഒരു 2 കോടിയിലേക്ക് വലിച്ചു കയറ്റാൻ പോകും. എനിക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്,
പക്ഷേ ഇവിടെ നിങ്ങളുടെ കയറിട്ട് തരും, ഞാൻ അവിടെ നിന്ന് വലിക്കും. ഓക്കെ, വലിക്കുമ്പോ മുറുകെ പിടിച്ചോളണം. റൈറ്റ്? ഞാൻ ഇവിടെ സ്ട്രോങ് ആയിട്ട് വലിക്കുമ്പോൾ നിങ്ങൾ 200 പേര് എന്ത് ചെയ്യണം? ഞാൻ സർവശക്തി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വലിക്കുമ്പോൾ നിങ്ങളും എന്റെ കൂടെ ഇങ്ങോട്ടേക്ക് വരണം. ഓക്കെ, വലിച്ചു പിടിച്ചിട്ട് കയറണം. കൈ പൊട്ടും, കൈ വേദനിക്കും, വിട്ടേക്കരുത്, വിട്ടേക്കരുത്. കൈ പൊട്ടിയാലും ശരി, വേദനിച്ചാലും ശരി, പിടിച്ചോട്ടാം. റെഡിയാണോ? റെഡിയാണോ? ആ വലി തുടങ്ങുമ്പോ നാളെ രാത്രി 11 മണിക്ക് ഇവിടെ ഇറങ്ങുമ്പോ ചിലപ്പോ കൂട്ടും. റെഡി? റെഡി? യെസ്. അപ്പൊ നമുക്ക് നോക്കാം 2026 ഈ യാത്ര. ജീവിതത്തിൽ ഇന്നേ വരെ ഒരുപാട് വർഷങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നും വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. പക്ഷെ 2026 നമുക്ക് ജയിക്കാനുള്ള വർഷം, 2026 നേടാനുള്ള വർഷമാണ്. ആ 2026 ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ജയിക്കാനുള്ള മാസങ്ങൾ മാത്രമാണ്. ഇല്ലെങ്കിൽ ഈ ഒരു മാസം ശരിക്കും പറഞ്ഞ പ്രോഗ്രാം വെക്കാറില്ല. റംസാനാണ്. ഇവിടെ കുറെ ആൾക്കാരുണ്ട് റംസാന്റെ പേര് പറഞ്ഞ് വരാതിരിക്കാൻ കുറെ നോക്കി. പക്ഷെ ഒറ്റ കാര്യം ചെയ്തുള്ളൂ, ഞാൻ നോമ്പ് പിടിച്ചിട്ടാണ് നിൽക്കണം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ തന്നെ പറഞ്ഞു. എന്തിനാ? പ്രാക്ടിക്കൽ കാണിച്ചു തരാം. ഇത് കാണിച്ചു തരാൻ വേണ്ടി തന്നെയാണ്. ആരോ പറഞ്ഞു MD മുസ്ലിം അല്ലേ? MD അല്ലാതെ MDക്ക് എങ്ങനെ ജാതി മതമില്ല. പക്ഷെ എന്തുണ്ടോ അതെല്ലാം ചെയ്യും, അത്രയേ ഉള്ളൂ. അമ്പലത്തിൽ പോവും, പള്ളിയിൽ പോവും, നോമ്പ് കൊടുക്കും, എല്ലാം. ആരൊക്കെ പഴനികൾ കയറിയിട്ടുണ്ട്? പഴനികൾ എത്ര ഹിന്ദുക്കൾ കയറിയിട്ടുണ്ട്? ഞാൻ കയറിയിട്ടുണ്ട്. ആരൊക്കെ കൊടുങ്ങൂർ അമ്പലത്തിൽ പോയിട്ടുണ്ട്? ഞാൻ പോയിട്ടുണ്ട്. അല്ലെ? അങ്ങനെ നമ്മൾ എന്താ പറയാ, ഞാൻ വിശ്വസിക്കുന്ന എല്ലാ ദൈവവും ഒന്നാണ്. ആണോ? പക്ഷേ ഇത് പലതരത്തിലും പല വ്യാഖ്യാനിക്കുമ്പോ അല്ലെ, അതിന്റെ കൂടെ നിന്നേ പറ്റൂ. സമൂഹത്തിൽ കൂടെ നിന്നല്ലേ പറ്റൂ. പിന്നെ ചില ആൾക്കാരുണ്ട് ഒന്നിലും വിശ്വസിക്കാത്ത ആൾക്കാർ, ചെയർമാൻ ഉദ്ദേശിച്ചല്ല. ഓക്കെ, അപ്പോ പറഞ്ഞു വന്നത് ഞാൻ നേരെ തിരിച്ചാൽ. ഓക്കെ, എന്താണ് നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ ആ ദൈവത്തിന്റെ അനുഗ്രഹം കൂടിയേ തീരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഈ ദൈവം ഉണ്ടായിട്ടും എനിക്ക് എത്ര കഷ്ടപ്പെടാൻ തരണം, എത്ര നാളെ എന്നെ ബുദ്ധിമുട്ടിക്കണം, ഞാൻ ഇന്നും ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ എത്ര നാളുകൾ നരകിപ്പിക്കാൻ ദൈവം ഇല്ലേ? ചിലപ്പോൾ ചിന്തിച്ചിട്ടില്ലേ? ഒരു കാര്യം ഉറപ്പിച്ചു, ദൈവം നമ്മളെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾക്ക് എന്തോ വലുത് ദൈവം തരാൻ പോകുന്നു. ആ തരാൻ പോകുന്നതിന്റെ അടയാളങ്ങളാണ് ഇത്രയും നാളുകൾ നിങ്ങൾക്ക് തന്ന കഷ്ടപ്പാടുകൾ. ഞാൻ രാവിലെ എഴുന്നേറ്റിൽ എന്താ പ്രാർത്ഥിക്കാൻ പറയും? ദൈവമേ, കുറച്ച് കഷ്ടപ്പാടുകൾ തരും, കുറച്ച് പ്രശ്നങ്ങൾ തരണേ. കാരണം കൂടുതൽ പ്രശ്നങ്ങൾ വരുമ്പോ അന്ന് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്ത് വേണം? ദൈവം വിചാരിക്കും, ഈ തരത്തിലുള്ള കാലം അവിടെ ആദ്യം കാണാം അല്ലെ? എല്ലാവരും കാശ് വേണമെന്നും സുഖം വേണമെന്നും പ്രാർത്ഥിക്കുമ്പോ കഷ്ടപ്പാട് തരാൻ പറയുന്ന ഒരുത്തൻ എങ്ങനെയുണ്ട് അല്ലെ? കഷ്ടപ്പാടുകൾ ഇന്നത്തെ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോ ഇന്നൊരു 10 പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, 10 പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. നിങ്ങളുടെ പ്രശ്നം എന്താ? ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്കും ആകെ ഡൗണായി അല്ലെ? ബാങ്കുകാരൻ വിളിച്ച് ലോൺ അടക്കാൻ പോയി ഒക്കെ തീർന്നു. വാടക കൊടുക്കാൻ പൈസ ഇല്ല, വാടകക്കാർ ഓർഡർ വിളിച്ചു, അയ്യോ കഴിഞ്ഞു അല്ലെ? അല്ലെ? ചെറിയൊരു കാരണം കിട്ടിയാൽ മതി, നമ്മളൊക്കെ ഡൗണായി. പിന്നെ നമ്മുടെ ബ്രെയിൻ ആരും പിന്നാലെ ആ കാശ് കൊടുക്കുക, പിന്നെന്ത് പോയി തീർന്നു. അപ്പൊ രാവിലെ ഇനി മുതൽ എഴുന്നേൽക്കും ഒറ്റ കാര്യം ചിന്തിക്കുക, കാശ് കൊടുക്കാനുള്ള 10 ആൾക്കാർ വിളിച്ചിരുന്നെങ്കിൽ എന്ത് അല്ലെ? അപ്പൊ നോക്കുമ്പോ ആദ്യത്തെ ചേട്ടൻ പറയും, നിങ്ങൾ കോള് കാത്തിരിക്കരുത്, വാടക തരാം, 2 ദിവസം പിടിക്കും, തരാതെ. ഓക്കെ, ബാങ്കുകാര് ലോണല്ലേ തരാ, പലിശ തന്നെയല്ലേ തരാതെ. 9 കോളെ വന്നു, പിന്നെ എന്ത് വെയിറ്റ് ചെയ്യണം? എവിടെ 10ാമത്തെ അല്ലെ? 10ാമത്തെ വിളിച്ചില്ലല്ലോ എന്ന് ടെൻഷൻ ആയിരിക്കണം. പിന്നെ അപ്പൊ എന്തായി? വെരി സിമ്പിൾ, ഇത്രയുള്ള പ്രശ്നം. ധൈര്യമായിട്ട് നിങ്ങൾ ലോൺ എടുത്തു. ആര് വിളിച്ചാലും മറുപടി പറഞ്ഞാൽ മതി, കൊടുക്കല്ലേ? സുഭാഷ് ധൈര്യമായിട്ട് പഠിച്ചോ അല്ലെ? ഒരു പേടിയും പേടിക്കണ്ട. ഈ ഒരു മനക്കെട്ടി ഉണ്ടാക്കിയത് ശീലിച്ച് ഇത് മതി. ഏത്
അല്ലെ? ഇത് വിളിക്കും, നമ്മൾ കൊടുക്കുമല്ലോ, നമ്മൾ മുങ്ങിട്ടൊന്നും ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്ത സുഗന്ധം അറിയാം. പിന്നെ ഓരോ കോളും അല്ലെ, പിന്നെ വരുന്ന ഓരോ കോളുകളും തരത്തിൽ പറയുന്നത് നിവിൻ പോളി പറയണ പോലെ എന്തായിരുന്നു? എന്റെ സാറേ. ഓരോ കോളുകളും വരുമ്പോൾ ഞാനങ്ങ് മതിമാക്കുക. മറ്റേതെങ്ങനെയാണ്? കോള് കാണുമ്പോൾ നെഞ്ചിൽ നിന്ന് വെട്ടായോ അല്ലെ, ഇപ്പോഴെന്തായിരിക്കണം അല്ലെ? പിന്നെന്താണ്? ഇത് കാണുക, എന്റെ മുതലാളി, എന്റെ മുതലാളി അല്ലെ? ആ രീതിയിലേക്ക് നമുക്ക് മാറ്റപ്പെടാൻ പറ്റും. അങ്ങനെ മാറണം എന്നാണ്. എന്തിനാ നമ്മൾ ടെൻഷൻ വെച്ചിരിക്കണം അല്ലെ? അപ്പോ ഇന്ന് നമ്മൾ ഇവിടെ നിന്നൊക്കെ സ്ട്രെയിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? മനസ്സിനെ കരുത്തുണ്ടാക്കിയിട്ട് അല്ലെ, കരുത്തുണ്ടാക്കിയിട്ട് നമ്മൾ ഇവിടുത്തെ പോകും. ഓക്കെ. ഈ 2 ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ക്രിട്ടിക്കലായിട്ടുള്ള, നിർണായകമായിട്ടുള്ള ദിവസങ്ങളാണ്. റെഡി? Are you ready? Yes. അപ്പോ 2024 10 മാസം കൊണ്ട് 2 കോടി രൂപയിലേക്കുള്ള യാത്ര ഇന്ന് നമ്മൾ ഇവിടെ തുടങ്ങി. ഓക്കെ. അപ്പൊ എല്ലാവരും വേഗം പോയി. നോമ്പുള്ളവർ പോകരുത്, നോമ്പില്ലാത്തത് 5 മിനിറ്റ് സമയമുള്ളൂ.